ഹലോ, ഇന്ന് കാണാൻ പോണത് എൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ഷനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര വലിയ സ്റ്റിക്കേഴ്സ് കളക്ഷനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. വീഡിയോ പെട്ടെന്ന് തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈയൊരു സ്റ്റിക്കറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൽ 200 ഷീറ്റ്സ് ആണ് ഉള്ളത്. അപ്പം നല്ല അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെയാണ്, ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റിക്കറാണ്. അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് സ്റ്റിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല സ്റ്റിക്കറാണ് കേട്ടോ. അതിൻ്റെ പേര് കവായി സ്റ്റിക്കർ എന്നൊക്കെയാണ്. അപ്പം ഇതത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ എൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ ഒരു ബോക്സിലാണ്. അപ്പം ഇനി എൻ്റെ ഈ ഒരു ബോക്സിൽ എന്തൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഇതിലൊരു ഇതേപോലത്തെ ഒരു പെട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഈ സ്മാൾ പീസസ് ഓഫ് സ്റ്റിക്കേഴ്സാണുള്ളത്. പിന്നെ ഒരു പൂമ്പാറ്റിൻ്റെ കുറച്ച് വലിയൊരു സ്റ്റിക്കറും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതിൽ മുഴുവൻ സ്മാൾ സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതിൽ 6 സെറ്റ് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ലവ്, പൂവിൻ്റെ, ഹലോ കിറ്റിൻ്റെ, പെപ്പ പിഗ്, നമ്പേഴ്സിൻ്റെ, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഇതിലുണ്ടായിരുന്നു. മുഴുവൻ നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സായിരുന്നു. ഇത് ഞാൻ കടയിൽ നിന്ന് 5 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് മുഴുവൻ ഇതിന് മൊത്തത്തിൽ ഒരു 30 രൂപക്കാണ് ഞാൻ മൊത്തം ഇത് വാങ്ങിയത്. ഇത് നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സാണ് അതൊക്കെ. പിന്നെ നമുക്ക് വല്ലതും ക്യൂട്ടാക്കണമെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് കൊണ്ട് ക്യൂട്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് എന്താ പറയാം, നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും പിന്നെ ജേണലൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളായിക്കാരം. അപ്പോൾ ജേണലും ഒക്കെ ചെയ്യാനിത് യൂസ്ഫുള്ളാണ്. ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇവിടെ ഹലോ കിറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതേപോലെ നമ്പേഴ്സിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ, പെപ്പ പിഗിൻ്റെ സ്റ്റിക്കർ, പിന്നെ നമ്പേഴ്സിൻ്റെ വേറൊരു സ്റ്റിക്കർ, അങ്ങനെ കുറച്ച് കൂടുതൽ സ്റ്റിക്കേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഗൈസ്, സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റണ്ടേ. ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കർ ട്വീസറാണ്. അടുത്തത് ഇതേപോലൊരു സാധാ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ബുക്കാക്കിയതാണ് ഈ സാധനം. ഇതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്. നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കുറച്ച് പശ കൊണ്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഞാൻ സാധാ പ്രിൻ്റ് എടുത്തിട്ട് അത് വെട്ടി വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്തിട്ട് പശ കൊണ്ട് ഒട്ടിക്കാൻ മതി ജേണലൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാ പ്രിൻ്റ് എടുത്ത് സ്റ്റിക്കറാക്കിയതാണ് പറഞ്ഞിട്ട്. അതിൽ കുറേ സ്റ്റിക്കർ ഷീറ്റ്സുകളുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയണത് കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഇതാണ്. ഇതേപോലെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ കേട്ടോ. അടിപൊളി സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ബാക്കിലും മുന്നിലൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഇനി ആ ട്വീസർ വെച്ചിട്ട് ഞാൻ അതൊന്ന് പറിച്ച് കാണിച്ചിടാം. ഇതിൻ്റെ ഞാൻ എല്ലാ സ്റ്റിക്കറും ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ്. അതാണ് അങ്ങനെ. അപ്പോൾ ഇത് ചെറുതൊക്കെ പറിക്കാൻ നല്ല പണിയാണ്. ചിലതൊക്കെ നമ്മളിങ്ങനെ എളുപ്പത്തിൽ പറിക്കാൻ വെക്കും. ഇതാണ് ഇതിലുള്ളത്. ലവിൻ്റെയും കാറിൻ്റെയും അങ്ങനെയൊക്കെ ഞാൻ വെച്ചിക്കാണ്. അപ്പോൾ ഇതാണ് അപ്പം ഇതിലുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. ഇത് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ കണ്ടല്ലോ, ഇതിൻ്റെ കുറച്ച് വലിയ സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ സാധാ പ്രിൻ്റെടുത്തിട്ട് സ്റ്റിക്കറാക്കിയതാണ്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ. നിങ്ങൾക്കും ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.